ജനവാസ മേഖലയിൽ ഇറങ്ങി ഏഴാറ്റുമുഖം ഗണപതി. വിറ്റ്ലപ്പാറ അരൂർമൊഴി ജംഗ്ഷനിലാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന ഇറങ്ങിയത്. ഏറുനേരം ജംഗ്ഷന് സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിലും ആന നിലയുറപ്പിച്ചു. കുന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും വാച്ചർമാരും ഏറെ നേരമെടുത്ത് കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഏഴാറ്റുമുഖം ഗണപതി വെറ്റിലപ്പാറ അരൂർമൊഴി ജംഗ്ഷനിലേക്ക് എത്തിയത്. അവിടെ എത്തിയ കാട്ടാന ഏറെ നേരം ഈ എണ്ണപ്പന തോട്ടത്തിലൊക്കെ നിലയുറപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഏഴാറ്റുമുഖം ഗണപതി ഈ പ്രദേശങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു ദിവസം മുൻപാണ് അവശ നിലയിൽ ഈ എണ്ണപ്പന തോട്ടത്തിൽ ഈ ഏഴാറ്റുമുഖം ഗണപതിയെ കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് ഈ വനപാലകരും അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരൊക്കെ എത്തി ഈ ആനയ്ക്ക് ചികിത്സ നൽകാനൊക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു. പിന്നീട് അവിടെ നിന്നും ആരോഗ്യവാനായി കാട്ടിലേക്ക് കയറിയ കാട്ടാനയാണ് പിന്നീട് ഓരോ ദിവസങ്ങളിലും വിവിധ പ്രദേശങ്ങളിലായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. നാട്ടുകാരിലും ഇത് ഭീതി വളർത്തുന്നുണ്ട്. കാരണം റോഡിലേക്ക് ഇറങ്ങുന്ന ഈ ആന മറ്റ് സഞ്ചാരികൾക്കും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കും ഒക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഏഴാറ്റുമുഖം ഗണപതി മാത്രമല്ല, മറ്റ് കാട്ടാനകളും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എന്തായാലും ഈ ഒരു കാട്ടാനയുടെ ഭീതിയിൽ തന്നെയാണ് വെറ്റിലപ്പാറ ഈ അതിരപ്പള്ളി മേഖലകളൊക്കെ തന്നെയും. ഇവിടെയൊക്കെ തന്നെ ഈ റോഡ് മുറിച്ച് കിടക്കുന്നതും അതോടൊപ്പം തന്നെ എണ്ണപ്പനത്തോട്ടത്തിലൊക്കെ നിലയുറപ്പിക്കുന്നതും ഈ നാട്ടുകാർക്ക് വലിയ ഭീതി പടർത്തുന്നത് തന്നെയാണ്. ഈ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി എത്തിയതിനു ശേഷം ഏറെ നേരം അവിടെ നിന്നതിനെ തുടർന്ന് കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം വാച്ചർമാരും എത്തിയാണ് ഏറെ നേരമെടുത്ത് ഈ കാട്ടാനയെ അവിടെ നിന്നും തുരത്തിയിട്ടുള്ളത്. ആതിര, ശരി, ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.